ഇനി അടുത്ത് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. അതിലൊന്നാമത്തേത് SNDP. SNDP അഥവാ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം 1903 മെയ് 15. 1078 ഇടവം 2-നാണ് മലയാള മാസം. SNDPയുടെ ആസ്ഥാനമാണ് കൊല്ലം. SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ട് യോഗം. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം 1898. SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ സെക്രട്ടറിയാണ് കുമാരനാശാൻ. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റാണ് ഡോക്ടർ പൽപ്പു. ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കുവാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപരാണ് M. ഗോവിന്ദൻ. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം. ശ്രീനാരായണ ഗുരുവിന്റെ സാമൂഹ്യ പരിഷ്കരണ സന്ദേശം ബഹുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ SNDP യോഗത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച പത്രങ്ങളാണ് സുജന നന്ദിനി, കേരള കൗമുദി എന്നീ പത്രങ്ങൾ. അടുത്ത് NSS അഥവാ നായർ സർവീസ് സൊസൈറ്റി. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ അഥവാ ഭാരത സേവാ സംഘം മാതൃകയിൽ സ്ഥാപിച്ച സംഘടനയാണ് NSS. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി ആരംഭിച്ച സംഘടനയാണ് NSS. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം 1914 ഒക്ടോബർ 31. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനമാണ് പെരുന്ന, ചങ്ങനാശ്ശേരി, കോട്ടയം. നായർ സർവീസ് സൊസൈറ്റി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടത് നായർ ഭൃത്യജന സംഘം. ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനാണ്. നായർ ഭൃത്യജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 1915 ജൂലൈ 11. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് K. പരമുപ്പിള്ള. NSSന്റെ ആദ്യ പ്രസിഡന്റാണ് K. കേളപ്പൻ. NSSന്റെ ആദ്യ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. NSSന്റെ ആദ്യ ട്രഷററാണ് പനങ്ങാട്ട് കേശവ പണിക്കർ. മന്നത്ത് പത്മനാഭനൊപ്പം നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവരാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, അമ്പലപ്പാട്ട് ദാമോദരനാശാൻ, കളത്തിൽ വേലായുധൻ നായർ. NSSന്റെ മുഖപത്രമാണ് സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലമാണ് കറുകച്ചാൽ. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമായത് കറുകച്ചാലിലാണ്. കോട്ടയത്താണ് കറുകച്ചാൽ. കറുകച്ചാൽ NSS സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്ററാണ് K. കേളപ്പൻ. NSSന്റെ ആദ്യ കോളേജ് ആരംഭിച്ചത് ചങ്ങനാശ്ശേരിയിലാണ്. NSS ഹിന്ദു കോളേജ് 1947. ആദ്യത്തെ പ്രിൻസിപ്പൽ T. K. നാരായണ അയ്യർ. ഇനി എക്സ്ട്രാ മാർക്സ് എന്ന് പറയുന്ന ബോക്സിൽ വേലുത്തമ്പി മെമ്മോറിയൽ NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനവച്ചുപുരത്താണ്, തിരുവനന്തപുരം. പഴശ്ശിരാജ NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂരാണ്, കണ്ണൂർ. മഹാറാണി സേതു പാർവതിബായി NSS വിമൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് നിറമൺകര, തിരുവനന്തപുരം. ഇനി അടുത്ത് സാധുജന പരിപാലന സംഘം. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹ്യ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം 1907. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടനയാണ് SNDP. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. അത് 1913. സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചങ്ങനാശ്ശേരിയാണ്, സുദർശന പ്രസ്. സാധുജന പരിപാലനയുടെ ആദ്യ എഡിറ്ററാണ് ചെമ്പംതറ കാളിച്ചോതി കറുപ്പൻ. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയ വർഷം 1938. അടുത്ത് ആത്മവിദ്യാ സംഘം. അന്ധവിശ്വാസങ്ങൾ, അർദ്ധശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം ആരംഭിച്ച വർഷം 1917. ആത്മവിദ്യാ സംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലമാണ് കരക്കാട്, അത് കോഴിക്കോടാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. അത് 1921 എഴുതിയത്. സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവാണ് വാഗ്ബടാനന്ദൻ. ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകമാണ് ആത്മവിദ്യ. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം.
1921 കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വാരികയാണ് അഭിനവ കേരളം. ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയാണ് ആത്മവിദ്യാ കാഹളം. 1929 അഭിനവ കേരളത്തിന്റെ ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ഇനി നോട്ട് ദ പോയിന്റ് എന്ന് വെച്ച ഒരു ബോക്സിൽ അയ്യങ്കാളിയും സദാനന്ദ സ്വാമികളും ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ് ബ്രഹ്മനിഷ്ഠ മഠം സംഘം. അടുത്ത് പ്രത്യക്ഷരക്ഷ ദേവസഭ. അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ അഥവാ PRDS. പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിതമായ വർഷം 1909. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂരാണ്, പത്തനംതിട്ട. PRDSന്റെ രക്ഷാധികാരിയാണ് കുമാരഗുരുദേവൻ. PRDSന്റെ മുഖപത്രമാണ് ആദിയാർ ദീപം. പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചതിനു ശേഷം യോഹന്നാൻ അറിയപ്പെടുന്ന പേരുകളാണ് പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ. ഇനി അടുത്ത് സമത്വ സമാജം. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. ഇനി യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908 ജനുവരി 31 ആലുവയിലാണ്. യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയിലെ പ്രധാന അംഗമായിരുന്ന വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പിലാക്കുക, വൃദ്ധവിവാഹം തടയുക. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകളാണ് മംഗളോദയം, യോഗക്ഷേമം. ഇനി കേരള പുലയ മഹാസഭ. 1970 കേരള പുലയ മഹാസഭയുടെ അഥവാ KPMS രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് PK ചാത്തൻ മാസ്റ്ററാണ്. KPMSന്റെ ആദ്യ ശാഖ ആരംഭിച്ച സ്ഥലമാണ് വെങ്ങാനൂർ. KPMSന്റെ മുഖപത്രമാണ് നയലാഭം. KPMSന്റെ ആദ്യ പ്രസിഡന്റാണ് PK ചാത്തൻ മാസ്റ്റർ. KPMSന്റെ ആദ്യ സെക്രട്ടറിയാണ് ചന്ദ്രശേഖര ശാസ്ത്രി. ഇനി കൺഫ്യൂസിംഗ് ഫാക്ട് എന്ന് വെച്ചൊരു ബോക്സിൽ SNDPയുടെ നിലവിലെ മുഖപത്രം യോഗനാഥം, സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി, ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം, പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ മുഖപത്രം ആദിയാർ ദീപം, യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം, കേരള പുലയ മഹാസഭയുടെ മുഖപത്രം നയലഭം. ഇനി അടുത്ത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. SNDPയുടെ മാതൃകയിൽ വക്കം മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിതമായ വർഷം 1918 നിലയ്ക്കമുക്ക്. വക്കം മൗലവി ആരംഭിച്ച സംഘടനകളാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, മുസ്ലിം ഐക്യ സംഘം, മുസ്ലിം സമാജം, അത് ചിറയിൻ കീഴിലാണ്. ഇനി സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനാണ് ആഗമാനന്ദ സ്വാമികൾ. ഇനി അടുത്ത് തിരുവിതാംകൂർ ചേരമാർ മഹാസഭ. തിരുവിതാംകൂർ ചേരമാർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. തിരുവിതാംകൂർ ചേരമാർ മഹാസഭ സ്ഥാപിക്കപ്പെട്ട വർഷം 1921 ജനുവരി 14. തിരുവിതാംകൂർ ചേരമാർ മഹാസഭയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയാണ് പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമാർ മഹാസഭയുടെ മുദ്രാവാക്യം ഗോത്രപരമായി സംഘടിക്കും, മതപരമായി അല്ല. ഇനി അടുത്ത് പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമാജം 1907, കൊച്ചി പുലയ മഹാസഭ 1913, കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂരിൽ 1912, സന്മാർഗ പ്രതിഭ സഭ കുമ്പളം, ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി, അരയവംശോദ്ധാരണി സഭ ഏങ്ങണ്ടിയൂർ, ബാലസമുദായ പരിഷ്കരണി സഭ തേവര, ബാലസേവാ സമിതി വൈക്കം, പ്രബോധന ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ, സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് തേവര. ഇതൊക്കെ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭകളാണ്. അതിൻ്റെ വർഷവും അതിൻ്റെ സ്ഥലവുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി PQ കോർണർ എന്ന് വെച്ചൊരു ബോക്സിൽ ആരാണ് ബാലസമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ വായിച്ചേ ഉള്ളൂ. പണ്ഡിറ്റ് കറുപ്പൻ. ഇതിൽ 4 ഓപ്ഷൻ ഉണ്ട്. വാഗ്ഭടാനന്ദൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, പണ്ഡിറ്റ് KP കറുപ്പൻ, വൈകുണ്ഠസ്വാമി. ആൻസർ പണ്ഡിറ്റ് KP കറുപ്പനാണ്.